അതാണ്ട പയ്യൻ ഇതാണ്ട പയ്യൻ മുഹമ്മദ് യാസീൻ. അപ്പോൾ ബി റാപ്പ് സോങ് പാടി വിദ്യാഭ്യാസ മന്ത്രിയുടെ വരെ പ്രിയപ്പെട്ടവനായി മാറിയ 6ാം ക്ലാസ്സുകാരൻ. എങ്ങനെയുണ്ട് ആ പാട്ട് പാടിയതിനു ശേഷം? മൊത്തം വൈറലാണല്ലോ. വൈറലാണ്, എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സന്ദർഭം എങ്ങനെയായിരുന്നു, എങ്ങനെ സംഭവിച്ചത്? അത് ക്ലാസ് റൂമിൽ ഞാൻ രാവിലെ പോയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു എനിക്ക് പാടാൻ ഒരു ഇതുണ്ട്, ആഗ്രഹമുണ്ട്, പാടിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ അത് രാവിലത്തെ ഫസ്റ്റ് പീരീഡ് ആയിരുന്നു, ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ദൃശ്യ ടീച്ചറാണ് ക്ലാസ് ടീച്ചർ. ടീച്ചറോട് ചോദിച്ചു ഞാൻ പാടിക്കോട്ടെ, 4ാമത്തെ പീരീഡ് സർഗവേളയാണ്, ഫ്രീ പീരീഡാണ്, അപ്പോൾ സിംഗ് ചെയ്യാനുള്ള ചാൻസ് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ മിസ് പറഞ്ഞാൽ പാടിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടൈമിൽ ഒരു ആഗ്രഹം കൊണ്ട് പാടി. പിന്നെ അത് ടീച്ചർ വീഡിയോ എടുത്തു. പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ ടീച്ചറും നമ്മുടെ മെരോമ്പ MEP സ്കൂളിൻ്റെ ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലും കൊളാബ് ചെയ്തിട്ടു. അങ്ങനെ അത് വൈറലായി. ഇപ്പോൾ യാസിൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അവൻ്റെ ഇരിപ്പ് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര യോയോ ലുക്കിലാണ്. മോനെ പേരെന്താ? അതെ, ഒരു പാട്ട് പാടാവോ? പാടിക്കോ. നാടിങ്ങ മകനെ മുത്തായവളെ, പിന്നും സൂര്യകനും ചന്ദ്രികൻ മുത്തായവളെ, ആളം കാത്ത് വച്ചാലവളെ, കണ്ണൽ കണ്ണായി വന്നവനെ, പൈമേനാറിപ്പോയി എണ്ണപ്പന്ന കൊണ്ണിക്കൊണ്ണില്ല, ഇരുട്ടിൽ ചുറ്റി വാളു രാജാവ് എല്ലാ സുവളെ, ഇവനെ തൊരുവാറാനും കറത്ത്, ഇവനെ പഠിച്ച് വിത്ത പഠിച്ച് 10 ഇല്ലും മിരാട്ടി ഇല്ലും മിരാട്ടി. സ്കൂളിലെ മെരുമുമ്പായി മാപ്പിള UP സ്കൂളിലെ പ്രധാന അധ്യാപകരുണ്ട്, യാസിൻ്റെ ഉമ്മയുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തത് ദൃശ്യ എന്ന ടീച്ചറാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ സ്കൂളിൽ വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് സർഗവേള എന്നിട്ട് ഒരു പീരീഡ് തന്നെയുണ്ട് കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് യാസീൻ പറയുന്നത്, ടീച്ചറെ എനിക്കൊരു പാട്ട് പാടണം, മിസ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി പാടടാ, ഫുൾ സപ്പോർട്ട് കൊടുത്തു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രൗഡുണ്ട്. കാരണം നമ്മളെ സ്കൂളിൽ തന്നെ നമ്മളെ HM ആയാലും ഇതെല്ലാം എന്നെല്ലാം പഠിപ്പിച്ച സാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് സ്റ്റുഡൻറ്റ് അങ്ങനെയില്ല, എല്ലാവരും തമ്മിൽ ഭയങ്കര ബോണ്ടിങ്, ഭയങ്കര ടീച്ചേഴ്സ് സ്റ്റുഡൻ്റായിട്ടുള്ള അത്രയും നല്ല സ്നേഹമുള്ള ഐക്യമായിട്ട്. സ്റ്റാഫ് അങ്ങനെയൊന്നുമില്ല, ഒരു ടൂർ വരുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് എല്ലാവരും ഒന്നിച്ചല്ല ജോളിയായിട്ടാണ്. സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ പറയും പാട്ട് മാത്രം പോരാ, പഠിക്കണം, ബാക്കി എല്ലാത്തിലും. അതുകൊണ്ട് നമ്മൾ ഇവനായിട്ടുണ്ട് ഒരു ചാനൽ, യൂട്യൂബിൻ്റെ ഇവനുണ്ട്, സ്വന്തമായിട്ട് തുടങ്ങിയത്. നമ്മൾ പറഞ്ഞ തൽക്കാലത്തേക്ക് അത് വേണ്ട, അത് തൽക്കാലത്തേക്ക് ഓഫാക്കി വെക്കണോ. ചെറുപ്പത്തിൽ നന്ന കുഞ്ഞിലെ ഡാൻസ് പാട്ടെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ്. ഇവിടെ നമ്മളെ സ്കൂള് ഈ വർഷം 100ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു മധുരം കൂടിയാണ് ഇത് നമ്മളെ ഈ പിന്നെ കുട്ടികളുടെ പാട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്കിൽ വന്നതും. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും അവരുടെ കഴിവുണ്ട്, നല്ല കഴിവുണ്ട്. ആ കഴിവിനെ ഓരോ ടീച്ചേഴ്സും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ടുന്ന പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ഐ അടക്കത്തിൽ നടക്കുന്ന മോളെ നിന്നെ കൊടുക്കത്തിൽ കഥകില റാണിയാക്കാം, അത് കൈനോളൊപ്പം ജീവിച്ച് തീർത്താൽ ഈ ഭൂമിയിലെ സ്വർഗന പൊരകിലാക്കും, കൽക്കണ്ട കന്നിയെ കരളിന്റെ കസ്നെ ഉമ്മാന്റെ മരുമോളായി പോരുന്നു നീ, ഞാനൊറ്റ മോനാ നാദാർത്ത് നാന്ന് വലികില്ല കുടികില്ല ചൊത്തയല്ല, പണി നല്ല ചോറ ഒരു മുറി പീടിയ ഉമ്മാന്റെ പോരയുടെ പയ്യാമത്ത. അപ്പോൾ പറയും അനക്കിന വേണ്ട ബ്രോ, വാട്ട് ഡിഡ് യു സേ? ഐ അനക്കിന്റെ വേണ്ട, ഉളുപ്പില്ലാത്തവനെ വയ്യ നടന്നിട്ട് കാര്യമില്ല, പിന്നെ പോണ്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ് ഹൈറ്. പാട്ടിൽ മാത്രമല്ല പഠിക്കാനും മിടുക്കരാണ് ഈ കുട്ടികൾ. അപ്പോൾ യാസിനെ ഡബ്സിയെ പോലൊരു നല്ല റാപ്പറായി മാറട്ടെ, എല്ലാ ആശംസകളും. ഓക്കെ, കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപുരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. പയ്യന്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഫെലിക്സ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു റാപ്പ് ഞാനും കാണുന്നത്, ഈ പയ്യൻ പാടുന്നത്. ശരിക്കും 2-3 തവണ ഇരുന്ന് കേട്ടുപോയിട്ടോ. അവസരം ഹായർന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോഴേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കളത്തിലേക്ക് ഇറങ്ങി ഒന്ന് കളിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഗുഡ് മോർണിംഗ് പൂജ. യാസിൻ പൊളിയാണ്, വൈബാണ്, ചെക്കൻ സൂപ്പറാണ്. നമ്മളവിടെ എത്തുമ്പോൾ അവൻ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ വൈബ് മനസ്സിലാവും. കാരണം ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ 6ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അവൻ്റെ പ്രായം നമുക്കറിയാം. പക്ഷെ ആ പ്രായത്തിലെ ഈ പാട്ട് പഠിക്കുക, അതിൻ്റെ വരികളൊക്കെ മനസ്സിലാക്കുക, പിന്നെ റാപ്പിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ,
ആ സ്റ്റൈൽ മനസ്സിലാക്കി പാടുക എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ യാസിൻ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയേറെ വൈബോട് കൂടി അല്ലെങ്കിൽ ആ റാപ്പിൻ്റെ രീതിയിൽ തന്നെ അവന് പാടാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ പഴയ പോലെ അല്ല. ഇപ്പം നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ പണ്ടൊക്കെ സ്കൂളിലോ ക്ലാസ്സിലോ ഇരുന്ന് പാട്ട് പാടുകയാണെങ്കിൽ ടീച്ചർ അപ്പം എണീറ്റ് നിർത്തും, പേരെഴുതും പിള്ളേർ, അല്ലെങ്കിൽ നമ്മളെ പുറത്താക്കും ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല, എല്ലാം മാറിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിലൊരു ടീച്ചർ തന്നെയാണ്, അധ്യാപിക തന്നെയാണ് ഈ വീഡിയോ മൊബൈലിൽ പകർത്തുകയും ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ഒക്കെ ചെയ്തത്. ഇതിനു മുൻപും മറ്റൊരു വീഡിയോ, അത് മറ്റു കുറച്ച് കുട്ടികളാണ് അവർ ചേർന്നിട്ടിരുന്നു. അതിന് 44 മില്യൺ വ്യൂവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയത്. അപ്പോൾ ഇതും അതുപോലെ വൈറലായിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പക്കലെത്തി. നമ്മളെങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് ഫേസ്ബുക്കിലിട്ട ആ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുട്ടികൾക്ക് ഈ എന്താണ് പുതിയ തലമുറയിലെ ആളുകളുടെ പാട്ടുകളൊക്കെ പാടാനും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനും ഒക്കെ കഴിയുന്നു എന്നതാണ്. അത് പണ്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് സാധിക്കുന്നു. അത് കുട്ടികൾക്ക് കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. എല്ലാവരും അറിയുന്നു. ആ സ്കൂളിന് തന്നെ അഭിമാനമായി ആ പയ്യൻ മാറുന്നു. ഒരു 6ാം ക്ലാസ്സിലെ പയ്യൻ മാറുന്നു, അതുവഴി ആ സ്കൂൾ അറിയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഏതായാലും യാസിൻ അവൻ ഭയങ്കര ഭാവിയിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡബ്സിയെ പോലൊക്കെ തന്നെ നല്ലൊരു റാപ്പറായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും ഫെലിക്സ്.